ഒത്തിരിയധികം ആൾക്കാർ ഇപ്പോഴും യാത്രകൾ ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. യാത്രകൾ ചെയ്യുവാൻ മാത്രമല്ല, കിട്ടുന്ന അനുഭവങ്ങളെയും അറിവുകളെയും ഒക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ പങ്കുവയ്ക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. തീർച്ചയായിട്ടും യേശു അപ്രകാരം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഈ ഒരു യാത്ര എന്നത് വെറുതെയുള്ള ഒരു യേത്രയല്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ഈ ഒരു ചുറ്റിക്കടക്കലിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ ഈ ഒരു സഞ്ചാരത്തിൻ്റെ പ്രധാനപ്പെട്ട 3 സവിശേഷതകൾ ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, യേശുനാഥൻ ഈ സഞ്ചരിച്ചപ്പോഴൊക്കെ കണ്ണുകൾ തുറന്ന് നടന്നവനാണ് യേശു. കണ്ണുകൾ തുറന്ന് സഞ്ചരിക്കുന്ന യേശു. പണ്ട് കാലങ്ങളിലൊക്കെ മാതാപിതാക്കള് നമ്മുടെ മുതിർന്നവരൊക്കെ കൊച്ചുകുട്ടികളോടൊക്കെ പ്രധാനം പറയും, നോക്കി നടക്കണം എന്നാണ്. യേശുനാഥൻ തന്റെ ജീവിതത്തില് ഈ കണ്ണ് തുറന്ന് നടന്നവനായിട്ട് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങള് യേശുവിന്റെ ഈ കണ്ണു തുറക്കലിന്റെ ഒരു അടിസ്ഥാന വചനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ധർക്ക് കാഴ്ചയും, ബധിരർക്ക് കേൾവിയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് യേശുനാഥൻ പ്രഘോഷിച്ചുകൊണ്ടാണ് തന്റെ സുവിശേഷ സാക്ഷ്യം ആരംഭിക്കുന്നത്. ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു യേശുനാഥൻ. പലപ്പോഴും ഈ ചുറ്റുപാടുകളെ കണ്ണടച്ച് ഇരുട്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ലോകത്തില് യേശുനാഥൻ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു കാഴ്ചയുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്കിത്തം എന്ന് പറയുന്ന കവി പ്രധാനം പാടിയിട്ടുണ്ടല്ലോ, വെളിച്ചം ദുഃഖമാണുള്ളേ, തമസ്സല്ലോ സുഖപ്രദം. പലപ്പോഴും കാണേണ്ടവ കാണാതെയും പലപ്പോഴും കണ്ടിട്ടും കണ്ണടച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവരാണ് നമ്മളൊക്കെ. അവിടെയാണ് യേശുനാഥൻ ഈ കണ്ണ് തുറന്ന് നടക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.